ആഡിസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളെ യൂബർ സീരീസിൻ്റെ ഇത് 4ാമത്തെ വീഡിയോ ആണ്. ഇന്ന് സൺഡേ. ഇപ്പം സമയം 11 മണിയാവാൻ പോകുന്നുണ്ട്. രാവിലെ 9 മണിക്ക് ഓണാക്കി വെച്ച് ഇതുവരെ ഒന്നും അടിച്ചില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഓട്ടം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും ഡീസൽ അടിക്കണം. ഡീസൽ അടിച്ചിട്ട് എവിടെയെങ്കിലും കിടക്കാം. സാധാരണ വീട്ടിൽ നിന്ന് അടിക്കുന്നതാണ് ഞായറാഴ്ചയിൽ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷം വഴിയെ നോക്കാം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് തന്നെ അടിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഇൻ്റർസിറ്റിയാണ്. ഇവിടെ നിന്ന് അടിക്കുന്നതെല്ലാം ഇൻ്റർസിറ്റിയാണ്. ആക്കുളം വരെ പോകാൻ വേണ്ടി 278 എന്തോ ആണ് കാണിച്ചത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഡീസൽ ഓടിക്കണം. നമ്മൾ നേരത്തെ ആദ്യത്തെ ട്രിപ്പ് കൊണ്ട് വിട്ടിട്ട് എത്ര സമയമാണെന്ന് പറയാം, 2:15 വരെ ആയി. ഇതുവരെ ഒരു ട്രിപ്പ് അടിച്ചില്ല. ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷമേ ട്രിപ്പ് ഉള്ളൂ, അത് അറിയാം. എന്നാലും വല്ലതും കിട്ടിയാൽ അത്ര ആയല്ലോ എന്ന് വിചാരിച്ചാണ് രാവിലെ ഇറങ്ങിയത്. ഇതിനിടയ്ക്ക് വേറൊരു അബദ്ധം പറ്റിയല്ല, അതെൻ്റെ കയ്യിലിരിപ്പിന് ഗുണമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു 4 മണിക്കൂറിൻ്റെ ഒരു പാക്കേജ് വന്നായിരുന്നു. പക്ഷെ അത് നഷ്ടം, അതുകൊണ്ടാണ് എടുക്കാത്തത്. അത് എടുത്തിരുന്നെങ്കിൽ വൈകിട്ട് 4 മണിക്ക് അത് കഴിയത്തുള്ളൂ. അതൊരു 800 രൂപയുടെ ഓട്ടോ ആയിരുന്നു. അത് എടുത്താൽ മതിയായിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ. അതൊരു 10 കിലോമീറ്റർ പോയി വേണം പിക്ക് ചെയ്യാൻ വേണ്ടി, അതുകൊണ്ടാണ് എടുക്കാത്തത്. എന്തായാലും അടുത്ത ഓട്ടത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 2:15 ഒരു 3 മണിക്ക് ശേഷം ഓട്ടം പ്രതീക്ഷിച്ചാൽ ഞായറാഴ്ച ദിവസം അതൊരു 11 മണി വരെയൊക്കെ ഓടാം. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇന്ന് 2200 2300 രൂപയ്ക്ക് ഓടാൻ പറ്റും. എന്തായാലും ഓട്ടം വന്നിട്ട് ബാക്കി കാണാം. അപ്പോൾ 2.5 മണിക്കൂറിന് ശേഷം നമുക്കൊരു ചെറിയൊരു ട്രിപ്പ് കിട്ടി. നമ്മുടെ കുമാരപുരത്തുനിന്ന് കവടിയാർ വരെ പോകാനാണ്. അപ്പം ക്യാൻസൽ ആവുന്നതിന് അടുത്ത ട്രിപ്പ് നോക്കാം. ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ട്രിപ്പ് അടുത്ത റിസർവേഷൻ അടിച്ചു. അത് ക്യാൻസൽ ചെയ്യാതെ തന്നെ എടുത്ത് 2 മണിക്കൂറുണ്ട് ഉള്ളതാവട്ടെ എന്ന് വിചാരിച്ചത്. ഇനി ക്യാൻസൽ ചെയ്യാൻ നിന്ന് ഇനി ഓട്ടം കിട്ടിയില്ലെങ്കിൽ ഇനി തെണ്ടിപ്പോവും. നമ്മൾ ആ ട്രിപ്പ് കവടിയാർ നമ്മുടെ കൊട്ടാരത്തിൻ്റെ മുതലാണ് കേട്ടോ ഈ കാണുന്ന കവടിയാർ. അതിൻ്റെ സൈഡിലായിട്ട് ഇറക്കി വേണം. പുള്ളിക്കാരി ശ്രീചിത്രയുള്ള കാർഡിയോളജിസ്റ്റാണ്. ഏതൊക്കെയോ ഹാർട്ട് ട്രാൻസ്പ്ലാന്റിൻ്റെ കാര്യമൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. അതെന്തായാലും പോട്ടെ, നമുക്ക് അടുത്ത ട്രിപ്പിൻ്റെ കാര്യം നോക്കാം. ശ്രീകുമാർ, ഇതെവിടെയാണ് പുള്ളിക്കാരൻ്റെ ലൊക്കെ? ഇപ്പോൾ ഈ യൂബറിൻ്റെ ആപ്പിൽ എന്തൊക്കെയോ ബഗ് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ ലൊക്കേഷനൊന്നും ഇവിടെ എഴുതി കാണിക്കുന്നില്ല. ഇന്നലെ തൊട്ടുള്ള പ്രശ്നമാണ്. ഇതിട്ടാലേ വരത്തുള്ളൂ. NCC റോഡാ, NC ക്രോസ് റോഡ്, ഗോൾഫ് ലിങ്സ്. ഇത് കവടിയാർ എവിടെയാണ്? ഗോൾഫ് ലിങ്സിൻ്റെ അവിടെ എന്തോ ആണ്. അപ്പോൾ നോക്കാം, ലൊക്കേഷൻ ഇട്ട് നോക്കട്ടെ. 2.5 കിലോമീറ്ററോ? അതെന്തായാലും നോക്കാൻ പോയി. അങ്ങനെ ഇപ്പം നമ്മൾ 2 മണിക്കൂറിൻ്റെ പാക്കേജ് അതെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂറും കൂടെ ഉള്ളൂ. ഇപ്പം 3:45 4:45 ഈ ട്രിപ്പ് തീരും. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ 2 മണിക്കൂർ മതി എന്നാണ് പറഞ്ഞത്. അഡീഷണൽ ആവുകയാണെങ്കിൽ ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ടേ പോകും. കാരണം അതിൽ നിന്നുകൊണ്ട് തന്നെ എക്സ്റ്റെൻഡ് ആയാൽ നമുക്ക് ഓടിയാലേ നേട്ടമുള്ളൂ. കിടന്നെന്നും പറഞ്ഞ് നമുക്ക് റേറ്റ് വ്യത്യാസം വരുന്നില്ല, റേറ്റ് കൂടുതൽ കിട്ടത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പണി കിട്ടിയതാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം 2 മണിക്കൂർ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂറേ അവർ വണ്ടിയിലിരിക്കുള്ളൂ. അല്ലാതെ ഓടണമെങ്കിൽ ഊബർ അല്ലാതെ ഓടുകയുള്ളൂ. അതിനിപ്പോൾ ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നേട്ടമില്ലാത്ത കാര്യം നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം 2 മണിക്കൂർ ഇതേപോലെ ബുക്ക് ചെയ്തിട്ട് 3.25 മണിക്കൂർ ഓടി. എന്നിട്ട് 1.25 മണിക്കൂറിന് അവർ എനിക്ക് തന്നത് 125 രൂപയാണ്. അത് ഭയങ്കര നഷ്ടമായിപ്പോയി. അതുകൊണ്ട് ഈ പ്രാവശ്യം 2 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പ് ക്ലോസ് ചെയ്യും. യൂബറിൻ്റെ ട്രിപ്പ് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ എക്സ്റ്റെൻഡ് ആവുകയാണെങ്കിൽ അത് തീർന്നിട്ട് അതല്ലാതെ മേടിക്കുകയുള്ളൂ. അല്ലാതെ അങ്ങ് മേടിക്കുന്നതേ നമുക്ക് നേട്ടമുള്ളൂ. അപ്പോൾ വണ്ടി ഇവിടെ മാർക്ക് ചെയ്തിട്ടത് കിടപ്പുണ്ട്. 1 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. നമ്മൾ അപ്പോൾ 2 മണിക്കൂർ റെൻ്റൽ പാക്കേജ് കഴിഞ്ഞ് കറക്റ്റ് നമുക്ക് കമ്മീഷനെല്ലാം പോയിട്ട് 400 രൂപ 2 മണിക്കൂറിന് കിട്ടി. കറക്റ്റ് 2 മണിക്കൂർ തീരാൻ 1 മിനിറ്റുള്ളപ്പം സ്റ്റോപ്പ് ചെയ്തു. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു അഡീഷണൽ ഇതിൽ നിന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അഡീഷണലായിട്ട് നിൽക്കാം. ഇനി എന്തായാലും അങ്ങനെ ഉള്ളൂ. യൂബറിൻ്റെ ഓട്ടം നമ്മൾ ക്യാൻസൽ ചെയ്തൊന്നും ആയില്ല. അവരുടെ ഓട്ടം അവരുടെ സമയത്ത് നമ്മൾ എടുത്തു വെക്കും. ഇനി കംപ്ലയിൻറ്റ് പറയാനൊന്നും ആർക്കും പറ്റില്ലല്ലോ. നമുക്ക് നഷ്ടം തയ്ച്ച് യൂബറിനെ വളർത്തേണ്ട ഒരു കാര്യമില്ല.
ഇനി അടുത്ത ട്രിപ്പിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുവരെ നമ്മൾ 800 രൂപയ്ക്ക് ഓടി കേട്ടോ 3 ട്രിപ്പ്. മണി 4:45. നോക്കാം, ഓട്ടം കിട്ടുമായിരിക്കും. അപ്പോൾ എന്തായാലും ട്രിപ്പെല്ലാം കഴിഞ്ഞ് നമ്മുടെ ചായ കുടിക്കുള്ള സമയമായിരുന്നു. മണി 4:30 അല്ലല്ലോ, സമയത്ര വാച്ച് തെറ്റാണ്. 4:50 വാച്ച് തെറ്റി. ഇതാണ് ഈ ഇങ്ങനത്തെ വാച്ചുകൾ മേടിച്ചുള്ളത്. ഇത് ഓട്ടോമാറ്റിക് വാച്ച് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിന്നു പോകും. കയ്യിൽ ലൂസാണ്, കയ്യിൽ ടൈറ്റായി കിടന്നാൽ കറക്റ്റായിട്ട് അതിൻ്റെ ഇത് വരുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇല്ലെങ്കിൽ ഇതിങ്ങനെ പണി കിട്ടും. സമയം നോക്കുമ്പോൾ നമ്മളിത് പോയി അതെവിടും. ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ സമയം. ഞാൻ ചായ കുടിക്കുന്നത് കൂടുതലും ഒന്നിലെ മലബാർ വൈറ്റ്സ്, അവിടുത്തെ ചായയൊക്കെ സൂപ്പറാണ്. പിന്നെ രണ്ടാമത് പിന്നെ ഉള്ളത് ബൂസ്റ്റർ ചായ. അങ്ങനത്തെ ബൂസ്റ്റർ ചായ ഒന്നും ഇപ്പോൾ കാണാനില്ല. റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്, ഹൈവേസിലാണ് ഉള്ളത്. അതൊക്കെ മാറി. ഇപ്പം ഒരു ചായയൊക്കെ കുടിച്ച് ഒരു ചായയും കോഫിയൊക്കെ കുടിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കാണിച്ചു തരാം. പൂജപ്പുരയാണ് ഉള്ളത് ബൂസ്റ്റർ ചായ. ഞാൻ അങ്ങോട്ട് കൂടുതൽ കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ അവിടെ പെൺകുട്ടികളൊക്കെ ഒരുപാട് നിൽക്കുന്നുണ്ട്. ഇത് ഇവിടെ കോളേജൊക്കെ വിട്ടേറ്റാണ്, അതങ്ങോട്ട് കാണിക്കാതെ. അപ്പോൾ കോഫി മേടിച്ചു. അപ്പോൾ കോഫിയൊക്കെ കുടിച്ചിട്ട് ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടുമെന്ന്. ഒരു ട്രിപ്പ് കിട്ടി റഡാർ പൂണ്ണാക്കിൽ കിട്ടിയതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റിയില്ല. ഇല്ലെങ്കിൽ അതൊരു 400 രൂപയുടെ ട്രിപ്പ് വന്നാൽ വലിയ ട്രിപ്പല്ല. എവനെങ്കിലും ചാടി ഇതിനും വേണ്ടി കുത്തിയിരിക്കുന്നുണ്ടല്ലോ. എന്തൊരു ചെയ്യാൻ പറ്റും, നമുക്കൊന്നും കിട്ടില്ല. കിട്ടണ എല്ലാം നമുക്ക് വവ്വാലി ചുപ്പിയതും എല്ലാം അങ്ങനത്തെ ആർക്കും വേണ്ടാത്ത കുറേ ആക്രി ട്രിപ്പ് വരും റഡാറിൽ. വലിയ ട്രിപ്പൊക്കെ ഏവനെങ്കിലൊക്കെ എടുക്കും. അത് നമുക്ക് എടുത്താൽ പോലും നമുക്ക് കിട്ടത്തില്ല. അതാണ് അവസ്ഥ തന്നെ. ഇത് ചെയ്യാൻ പിന്നെ അടുത്ത വല്ല 100-200 ട്രിപ്പും എല്ലാം വരും. അപ്പോൾ അതെടുത്തുകൊണ്ട് പോവാം. നെല്ലിച്ച കോഫി കുടിച്ചിട്ട് കാണാം. 2 മണിക്കൂറിന് ആ പാക്കേജിന് വെച്ച് ഒരു ട്രിപ്പ് പഠിക്കുന്നില്ല. ട്രിപ്പൊന്നും ഇല്ലെന്നാണ് തോന്നുന്നു. ഭയങ്കര മോശം ഞായറാഴ്ച. എന്തായാലും ഈ മാസം എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നീക്കണം. അടുത്ത മാസം തൊട്ട് വല്ല ഓട്ടം കിട്ടുമെന്ന് പ്രതീക്ഷ. എല്ലാ ആപ്പും ഇപ്പോൾ ഓണാക്കി വെച്ചിട്ടുണ്ട്. റാപ്പിഡോ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇത് യാത്രി, ഇത് റാപ്പിഡോ. ഇത് ഒരു പുതിയൊരു സംഭവമാണ്. ഇതിൻ്റെ ആപ്പിൻ്റെ പേരെന്തുവാ, എന്താണോ നോട്ടെ വേണ്ടി ഏത് അതിൻ്റെ പേര് ഇൻഡ്രൈവ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ കസ്റ്റമർ ഇപ്പോൾ ബുക്ക് ചെയ്തിട്ട് അവരെന്നിട്ട് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യും. അതിന് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് പോവാം, ഇല്ലെങ്കിൽ നമ്മുടെ റേറ്റ് നമുക്ക് അതിൽ ബാർഗെയിൻ ചെയ്യാം. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്. ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ ചേർന്നിട്ട് ഇതെല്ലാം അറ്റാച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഓൺലൈൻ വഴിയാണ് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്ത് ഇട്ടിട്ടുണ്ട്. 1-2 പേർക്ക് കിട്ടിയെന്ന് പറയുന്നു. നമുക്കിതുവരെ ഒന്നും അടിച്ചിട്ടില്ല. ഇതിങ്ങനെ 15 കിലോമീറ്റർ റേഡിയസിൻ്റെ അകത്ത് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും ട്രിപ്പ് എവിടെയെങ്കിലും ഉണ്ടാകേണ്ടത്. ഇതൊന്നും കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ചുമ്മാ ഓണാക്കിയിട്ട് തമ്പാനൂർ നിൽക്കുന്നതുകൊണ്ട് ഓണാക്കിയിട്ട് ഇനി എന്തായാലും ഞാൻ ഒരു കുറച്ച് നേരം കൂടി നോക്കും. ഓട്ടോ ഇല്ലെങ്കിൽ നേരെ വീട്ടിൽ കയറി പോകും. എന്നിട്ട് രാവിലെ നാളെ വെളുപ്പിന് ഒരു 3 മണിക്ക് ഇറങ്ങണം. കാരണം തിങ്കളാഴ്ച ആയതുകൊണ്ട് കുറച്ചെങ്കിലും ഓട്ടം കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ആ വിഷമം എന്ന് പറഞ്ഞാൽ ഇൻ്റർസിറ്റി ഓണായിട്ടില്ലായിരുന്നു നമ്മുടെ വണ്ടിക്ക്. എന്നിട്ട് ഇപ്പം പുതിയതായിട്ട് നമ്മൾ ചെയ്തപ്പോൾ അത് ഇൻ്റർസിറ്റി കിട്ടി. പക്ഷേ ഒരു നല്ല ഇൻ്റർസിറ്റി പോലും കിട്ടിയില്ല. അതാണ് വിഷമം. വലുത് വല്ലം വരാനായിരിക്കും ഇപ്പോൾ ഒന്നും തരാത്തത്. വരുമ്പോൾ എല്ലാം ഒരുമിച്ച് തരുമായിരിക്കും. എന്തായാലും വെയിറ്റ് ചെയ്യാം. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും വീട്ടിൽ പോവും. ഓട്ടോ ഇല്ലെങ്കിൽ, ഉണ്ടെങ്കിൽ ഓടും. അതാ കിട്ടിയുണ്ട്. അസറ്റ് കോഡ് 60 രൂപ. അട്ടക്കുളങ്ങോട്ട് 60 രൂപ. മെയ്യടാ. അത് ഓണാക്കി വെച്ചപ്പോൾ തന്നെ അടിച്ചേണ്ട. 60 രൂപയ്ക്ക് അട്ടക്കുളങ്ങരയിൽ നിന്ന് കരമനായി പോകാനാണ്. 78 രൂപ മിനിമം ഞാൻ അടിച്ച്. അതൊന്നും ആരും പോവില്ല. എന്നാലും ചുമ്മാ അടിച്ച് നോക്കിയത്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. ഇത് കാണിച്ചു തരാം ഓട്ടം വന്നു. ഗൈസ്, നമ്മൾ തമ്പാനൂർ ഇങ്ങനെ കറങ്ങി വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിൽ നിന്നപ്പോൾ ഒരു ഓട്ടം അടിച്ച് കരമനയാണ്. ലുല്ലു മോളിൽ പോകാൻ വേണ്ടി. ഈ ഫ്ലാറ്റിലോട്ടാണ് കേട്ടോ. ആളിറങ്ങി നിൽപ്പുണ്ട്. നമുക്ക് വിശേഷം ബാക്കി നോക്കാം. അങ്ങനെ നമ്മളിപ്പം ലുല്ലു മാളിൽ കൊണ്ട് വിട്ടിട്ട് നിന്നപ്പോൾ തന്നെ ട്രിപ്പ് കഴിയുന്നതിന് മുന്നേ ട്രിപ്പ് അടിച്ചു കേട്ടോ ലുലുന്ന്. കസ്റ്റമർ ഇപ്പോൾ വരും. അപ്പോൾ നമ്മൾ ലുലുന്ന് അവിടെ നിന്ന് പെട്ടെന്ന് അവിടെ നിർത്താനൊന്നും സമയം കിട്ടിയില്ല. അതാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാത്തത്. അവിടെ നിന്ന് എടുത്തത് വിലാമയ ഹോട്ടലിൻ്റെ അടുത്ത് കൊണ്ടുവിട്ട് 2 കുട്ടികളാണ്. സ്റ്റഡി പർപ്പസിൽ എന്തോ വന്നിരിക്കുന്നത്.
ഇപ്പം നമുക്ക് മൊത്തം 1153 രൂപയ്ക്ക് ഓടി 5 ട്രിപ്പ്. സമയത്രായി 7 മണിയായി. അപ്പോൾ നമുക്കിനി അടുത്ത ഓട്ടം കിട്ടുന്നവരെ നോക്കാം എന്താണെന്ന് വെച്ചാൽ. ഗൈസ്, ഓട്ടം ഒന്നും അടിക്കുന്നില്ല. ഊപ്പർ മൂഞ്ചി എന്നാണ് തോന്നുന്നത് ഗൈസ്. സീൻ കോൺട്രയാണ്. നല്ല മഴയും പെയ്യുന്നുണ്ട്. ട്രിപ്പ് ഒന്നും അടിക്കണില്ല. മഴയാണ് ഗൈസ്, മഴയാണ്. അതിൻ്റെ പോരാത്തതിന് നല്ല ബ്ലോക്കും ഉണ്ട്. ഏഴരയായി. 8 മണി വരെ നോക്കും. ട്രിപ്പ് അടിച്ചില്ലെങ്കിൽ ഞാൻ പോവും. കിടന്നിട്ട് കാര്യമില്ല. ഇന്നും കാലി അടിച്ച് ഡീസൽ കളയണം. എന്ത് ചെയ്യും? നല്ല തകർത്ത മഴ. കണ്ണ് കാണാൻ പറ്റുന്നില്ല. വൈപ്പറൊന്ന് ഫുൾ സ്പീഡ് ഇട്ടിട്ട് പോലും കാണാൻ പറ്റില്ല. അത്രയ്ക്ക് മഴയും കാറ്റും. അപ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ട്രിപ്പ് അടിച്ചത് തമ്പാനൂരിൽ. അരിസ്റ്റോ ജംഗ്ഷൻ നിയർ പഞ്ചാബി നോർത്ത് ഇന്ത്യൻ ഹോട്ടൽ. അപ്പോൾ ചെറിയ എന്തോ ഓട്ടമാണ്. എമൗണ്ട് 100 സംതിങ്ങേ കാണിച്ചുള്ളൂ. എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ച്. ഓട്ടം ഒട്ടും ഇല്ല. ഇനി മഴ പെയ്തുകൊണ്ട് വല്ല ഓട്ടം കിട്ടിയാലായി. ട്രാഫിക്കിൽ നിൽക്കുന്നു. നമുക്കിപ്പം കിട്ടിയ കസ്റ്റമർ നല്ല അടിപൊളിയായിരുന്നു. പുള്ളിക്കാരൻ നല്ല രീതിയിൽ സംസാരിച്ചേക്കാം. എൻ്റെ അടുത്ത് രാത്രി ആയതുകൊണ്ട് ഇങ്ങോട്ട് ഇറക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ വഴിയിൽ തിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, മഴയല്ലേ, ഞാൻ തിരിച്ചോളാമെന്ന് പറഞ്ഞു. ഈ വീട്ടിലെയാണ്. നമ്മളെ റോഡിൻ്റെ അവസ്ഥയും നമ്മുടെ ഇവിടുത്തെ പുതിയ സിസ്റ്റവും അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് വന്നു. പുതിയ നിയമത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് വന്നു. നല്ല ബഹുക്ഷേമമാണല്ലോ പുതിയ നിയമം. ബൈക്കിലെ ബാക്കിലുള്ള ആൾക്ക് സംസാരിച്ചു വിടാം എന്നാൽ പറ്റിയാണ് അത്ര. അവനൊക്കെ എവിടെ നിന്ന് നിയമം ഉണ്ടാക്കി വിടുന്നു? ഇതേപോലത്തെ ഘട്ടങ്ങളിലാണ് നമുക്കൊരു ലൈറ്റും കൂടെ ആവശ്യം. നമ്മുടെ വണ്ടിയൊക്കെ പഴയ വണ്ടിയാണ്. അപ്പോൾ ഹെഡ്ലൈറ്റൊക്കെ നല്ല താന്നിരിക്കുന്നതാണ്. അത് നമുക്ക് അതിനനുസരിച്ച് ഒരു ചെറിയൊരു ലൈറ്റ് വയ്ക്കാനുള്ള ഓപ്ഷനെങ്കിലും തന്നിരുന്നേ. അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് വേണം. ചില വഴികളിലൊന്നും കയറിയാൽ വെട്ടമേ കാണത്തില്ല. കുഴി ഏത് റോഡ് ഏതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല മഴ സമയത്ത്. ഇതൊന്നും ആരടുത്ത് പറയും. എന്തായാലും നമ്മൾ നിർത്തി പോകാനുള്ള ശ്രമത്തിലാണ്. കാരണം ഓട്ടം ഇനി കിട്ടുന്ന കോളില്ല. വീട്ടിൽ പോകാനുള്ള പരിപാടിയിലാണ്. എന്തായാലും നോക്കാം.